നമസ്കാരം. പതിരും കതിരും. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്നൊരു ലാറ്റിൻ വചനം കൂട്ടുപിടിച്ച് മരിച്ചവരെ ആക്ഷേപിക്കാൻ അന്തംകമ്മി സഖാക്കളെ പ്രോത്സാഹിപ്പിച്ച മഹാനാണല്ലോ എം സ്വരാജ്. സ്വാഭാവികമായ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ലെന്നും സഖാക്കളെ നിങ്ങൾ രക്തസാക്ഷികളാകുമെന്നും പറയാതെ പറഞ്ഞാണ് പൂമരൻ സഖാവ് പണ്ടത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും രാഷ്ട്രീയ ശത്രുക്കളുടെ മരണം ആഘോഷിക്കാൻ എം സ്വരാജ് പകർന്നു നൽകിയ ആ വചനം കൊണ്ട് അന്തങ്ങൾ ഇപ്പോൾ ഉഷാറായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് അത് കൂടുതൽ ഫലവത്തായി കമ്മികൾ ഉപയോഗിച്ചത്. മരിച്ചവരെപ്പറ്റി നല്ലതേ പറയാവൂ എന്ന നമ്മുടെ നാട്ടുനടപ്പിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് സ്വരാജ് എന്ന് പോസ്റ്റ് ഇട്ടത്. 51 വെട്ടുവെട്ടി വർഗശത്രുവിനെ വകവരുത്തിച്ച പാർട്ടിയുടെ നേതാവ് അന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന്. അപ്പോൾ പിന്നെ സ്വരാജും കീഴോട്ടുള്ള അന്തംകമ്മി അടിമകളും രാഷ്ട്രീയ ശത്രുക്കളുടെ മരണത്തെ ആഘോഷിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? കഴിഞ്ഞ ദിവസം നടൻ സലീം കുമാർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന വിവരം അറിഞ്ഞ നിമിഷം മുതൽ അവർ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു. സലീം കുമാർ എന്ന നടൻ അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം രാഷ്ട്രീയ ശത്രുവാണ്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഭരണത്തിലില്ലാതിരുന്നിട്ടും ഊർദ്ധശ്വാസം വലിക്കുന്ന സമയത്തും സലീം കുമാർ കോൺഗ്രസ്സുകാരനായി തന്നെ നിന്നു. കലാകാരന്മാരും കവികളുമെല്ലാം ഇടതുപക്ഷക്കാരാകണമെന്ന പ്രഖ്യാപിതമായ ഒരു നിലപാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കലയിലൂടെയും കവിതയിലൂടെയും വളർന്ന പാർട്ടിക്ക് ഇപ്പോൾ കൊള്ളയും കൊലയുമൊക്കെയാണ് ഹരമെങ്കിലും ആടിന് പഴം നീട്ടുന്നത് പോലെയും മോഹിപ്പിച്ചും കവിയരങ്ങുകൾക്ക് മൈക്ക് നൽകിയതും സ്ഥാനമാനങ്ങൾ നൽകിയുമൊക്കെ അവർ എഴുത്തുകാരെ കൂടെ നിർത്താറുണ്ട്. എന്നാൽ താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് സധൈര്യം പറഞ്ഞുകൊണ്ട് അതിനെ ഒറ്റിക്കിട്ടുന്ന പട്ടും വളയും പാരിതോഷികങ്ങളും വേണ്ടെന്ന് വെച്ചയാളാണ് നടൻ സലീം കുമാർ. അവശനായിരുന്നിട്ടും പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സലീം കുമാർ CPM-നെ മൂർച്ചയുള്ള ഹാസ്യം കൊണ്ട് നിശിതമായി വിമർശിച്ചിരുന്നു. സലീം കുമാർ VD സതീശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നുകൂടി അറിയാമായിരുന്നത് കൊണ്ട് അവരിപ്പോൾ വിമർശനത്തിൻ്റെ കാഠിന്യം കൂട്ടിയിരിക്കുകയാണ്. സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുവരുന്ന പോസ്റ്റുകൾക്ക് താഴെ എന്തൊക്കെ അധിക്ഷേപകരമായ വാക്കുകളാണ് കമ്മിക്കൂട്ടങ്ങൾ എഴുതിവിടുന്നത്. സലീം കുമാർ അഭിനയിച്ച ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓഹോ, സഖാവ് ഉണർന്നല്ലോ. ഇനി പെട്ടെന്നൊന്നും ഉണരാത്ത തരത്തിൽ CPM എന്ന പ്രസ്ഥാനം ഉറങ്ങിപ്പോയ കാഴ്ചകൾ കണ്ടുകൊണ്ട് മനസമാധാനത്തോടെയാണ് കോൺഗ്രസ്സുകാരനെന്ന നിലയിൽ സലീം കുമാർ മടങ്ങുന്നത്. കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയത് എന്തിനാണെന്നും അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു കളഞ്ഞു. അതൊക്കെ കമ്മികളുടെ മർമ്മത്താണ് കൊണ്ടത്. ബാഹുബലി പറഞ്ഞു പോലും LDF വരും, എല്ലാം ശരിയാകുമെന്ന്. പറവൂരിൽ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ സ്വീകരണ യോഗത്തിൽ തീരെ അവശനായിരുന്നിട്ടും സലീം കുമാർ പ്രസംഗിച്ചു. മലയാളികൾക്ക് ചിരിക്കുന്ന മുഖമുള്ള ഒരു മുഖ്യനെ കിട്ടിയല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ പ്രസ്താവനയും കമ്മികൾക്ക് കൊണ്ടു. ഇതൊക്കെ ആകാം സലീം കുമാറിനോട് അന്തംകമ്മികൾക്ക് ഇത്രയേറെ ശത്രുത തോന്നാൻ കാരണം. എന്നാൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ മുതൽ P ജയരാജൻ വരെ ആ മഹാനടനെ സ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെയും അന്തങ്ങൾ വന്ന് ഓരിയിടുകയാണ്. കുറച്ചുകാലം സിനിമയുമായി നടന്ന ഒരാൾ മരണപ്പെട്ടു, ആദരാഞ്ജലികൾ അത്രയും മതിയെന്നാണ് അവരുടെ ഉപദേശം. വേണ്ട സഖാവേ, അയാളെ വിശുദ്ധനാക്കേണ്ടതില്ല. അയാൾ നമ്മുടെ പാർട്ടിയെ എത്ര ക്രൂരമായിട്ടാണ് ആക്ഷേപിച്ചത്. ഇതൊക്കെയാണ് മറ്റു ചില കമൻറ്റുകൾ. പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സലീം കുമാർ പരിഹസിച്ചു എന്നതാണ് അവരുടെ പരാതി. ഒരർത്ഥത്തിൽ എത്ര നീചമായ വാക്കുകൾ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ ശത്രുക്കളോട് പെരുമാറുന്നതെന്ന് ഈ കമ്മിക്കൂട്ടങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് ശത്രുക്കളെ കൊല്ലാനും ബോംബെറിയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും കള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കാനും ബിരുദന്മാരായ കമ്മ്യൂണിസ്റ്റുകാരാണ് മറ്റുള്ളവരുടെ മരണത്തെ ആഘോഷിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കലാകാരന്മാരൊന്നും മനുഷ്യരല്ല എന്നാണ് അവരുടെ നിലപാട്. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ദളിതരെ മാത്രമേ അവർ ദളിതരായി കാണൂ എന്നതുപോലെ കോൺഗ്രസ്സുകാരായ നടന്മാർ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നാൽ CPM നേതാക്കൾക്ക് അവർ കോമാളികളാണ്. പക്ഷേ ജനങ്ങൾ അത്തരം കോമാളികളെ തെരഞ്ഞുപിടിച്ച് വിജയിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കോമാളി വേഷം ചെയ്യുന്ന നടന്മാരെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണം താനും. ഇന്നസെൻറ്റും മുകേഷും ഒന്നും കോമാളി വേഷം കെട്ടാത്തവരാണല്ലോ. CPM-ന് അഹിതമായി ആരെന്തു ചെയ്താലും അന്തങ്ങൾക്ക് അവരോട് കടുത്ത ശത്രുതയാണ്. ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയെപ്പോലും അവർ ആക്ഷേപിച്ചു. പാർട്ടിക്ക് വേണ്ടി എന്ത് അടിമപ്പണിക്കും ചാകാനും നടക്കുന്ന ശരാശരി അന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകളല്ലാത്ത എല്ലാവരും ശത്രുക്കൾ തന്നെയാണ്. സലീം കുമാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ്റെയൊക്കെ കുടുംബത്ത് കയറി വീതം ചോദിക്കാൻ വരുമെന്ന മട്ടിലാണ് ആ മനുഷ്യനെ ആക്ഷേപിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ടപ്പോൾ വിനായകൻ എന്ന നടൻ പ്രതികരിച്ചത് ഓർക്കുന്നില്ലേ?
പൂമരൻ സഖാവ് അന്തങ്ങൾക്കായി ദാനം ചെയ്ത ആ ഒരു വാക്കുണ്ടല്ലോ, മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ടാണ് സലിംകുമാറിൻ്റെ മരണത്തെ കമ്മികൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ തോൽവി ഈ കമ്മികളുടെ തലച്ചോറിലുണ്ടാക്കിയ പ്രഹരം ചില്ലറയൊന്നുമല്ല. അവരുടെ ഈ മാനസികാവസ്ഥയ്ക്ക് അനുശോചനം അറിയിക്കാനേ നമുക്ക് കഴിയൂ. നിങ്ങൾ എത്ര പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും ആ നടൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ മാത്രം മതി ഇനിയുള്ള കാലം ആ മനുഷ്യനെ എല്ലാവർക്കും ഓർക്കാൻ.